നമ്മളെന്താ ഉണ്ടാക്കണത് പറയ്. ചിക്കൻ ബിരിയാണി. വേസ്റ്റായി മൊക്കിലിരുന്ന കുട്ടിയായിരുന്നു. ഇപ്പൊ അവനക്ക് യൂട്യൂബിലൂടെ $270 ഈ ഒരു മാസം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. മുമ്പ് കുക്കറൊക്കെ ഇട്ട് അവൻ ഇങ്ങനെ ഓടും, എന്നിട്ട് ദേഷ്യം വരും, വലിച്ചെറിയും ഒക്കെ ചെയ്യും. ഓട്ടിസം 2 വയസ്സിൽ തന്നെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. നീ അങ്ങനെയും ചിന്തിക്കണ്ട, ഞാൻ മരിക്കുന്നവരെ ഞാനുണ്ടാവും. നമ്മളെ ഉപദ്രവിക്കാൻ പറ്റില്ല എന്ന് കാണുമ്പോൾ അപ്പൊ അവൻ സ്വയം അവനെ പീഡിപ്പിക്കും. ചിക്കൻ കൊണ്ടിട്ടു സിജിക്കുട്ടി അതിൻ്റെ സമയമായി കൊണ്ടിട്ടു. സിജിക്കുട്ട വാ നമുക്ക് ബിരിയാണി വെക്കുക. വാ സിജിക്കുട്ടി ഉള്ളി മുറിച്ചോ. സിജി മുറിച്ചോ. സിജി വാരിയുണ്ട്. സിജിക്കുട്ടി നന്നായി മുറിക്കേണ്ട ഉള്ളിയൊക്കെ. സിജി വേഗം വേഗം ചെയ്യണം. ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കണ അറിയോ? മാമനെ നോക്ക്, എന്താ ഉണ്ടാക്കണ അറിയോ? ചിക്കൻ ബിരിയാണി. സിജു പറ ചിക്കൻ ബിരിയാണി. നല്ല കുട്ടിയാണ് സിജു. അതെടുക്ക്, നിനക്ക് മാമ മുറിച്ചു തരാം. ഷിജാസിനെ ഞങ്ങൾ യൂട്യൂബിലേക്ക് വരാൻ കാരണം അവനിവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പുറത്തേക്ക് ഓടും. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും. അവനിക്ക് വണ്ടി വരുന്നത് നോക്കാനൊന്നും അറിയില്ല. എന്തെങ്കിലും ഭക്ഷണങ്ങൾ ബേക്കറിയിൽ നിന്ന് എന്തെങ്കിലും തിന്നാൻ കിട്ടുന്നതോ അല്ലെങ്കിൽ ബിരിയാണിയോ എന്തെങ്കിലും വാങ്ങണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അവൻ പോണത്. പൈസ കൊടുത്ത് വാങ്ങണം എന്നുള്ളതൊന്നും അവനിക്ക് അറിയില്ല. പിന്നെ വണ്ടികളൊക്കെ പോകും, അതിൻ്റെ ഇടയിൽ എങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോകണം എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഞങ്ങൾ കയ്യിൽ അവൻ്റെ അഡ്രസ്സ്, ഫോൺ നമ്പറൊക്കെ എഴുതിയിട്ടുള്ളൊരു കൈ ചെയിനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആയി അവനെ പുറത്തുള്ള ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ പുറത്തു പോയി ആരെങ്കിലുമൊക്കെ പിടിച്ചുകൊണ്ടുവരും, തിരിച്ചറിയണം എന്ന ഉദ്ദേശത്തോടുകൂടി ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. തുടങ്ങുമ്പോൾ ആദ്യം അവനക്ക് ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒന്ന് സമ്മാനമായിട്ട് അവനക്ക് ലേസോ അല്ലെങ്കിൽ മുട്ടായി എന്തെങ്കിലും കൊടുത്താലേ ഒരു സാധനം അതിലെടുത്തിടാൻ വരുള്ളൂ. ഇന്നിപ്പോൾ അങ്ങനെയല്ല. അവന് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതൊന്നും കൊടുക്കാണ്ട് തന്നെ അവനെല്ലാത്തിനും ചെയ്യാൻ വരും. ആ ലെവലിലേക്ക് അവൻ എത്തിയിട്ടുണ്ട്. പിന്നെ അവൻ ഒന്നിനും പറ്റാത്ത ഒരു വേസ്റ്റായി മൊക്കിലിരുന്ന കുട്ടിയായിരുന്നു. ഇപ്പോൾ അവനക്ക് യൂട്യൂബിലൂടെ $270 ഇപ്പോൾ അവനക്ക് ഈ ഒരു മാസം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. ദിവസം നേരം വെളുത്ത് അവനക്ക് ഒരു $10 അല്ലെങ്കിൽ $7 അവൻ്റെ അക്കൗണ്ടിലേക്ക് വരും. അത് വലിയ സന്തോഷം തന്നെയാണ് ഞങ്ങൾക്ക്. സിജു അങ്ങനെ അമേരിക്കയിൽ നിന്നാണ് ഇപ്പോൾ സിജു പൈസ ഉണ്ടാക്കുന്നത്. ഞാൻ കൃഷി കൊണ്ട് എനിക്കൊരു ചെരുപ്പ് കടയായിരുന്നു. ചെരുപ്പ് ഉണ്ടാക്കി വിൽക്കലും കടയൊക്കെയായിരുന്നു. ഞാൻ കടയൊക്കെ വിറ്റിനി എൻ്റെ രീതിക്ക് ഞാൻ ചിന്തിക്കുന്ന കാലഘട്ടത്തിലാണ് ഇവൻ്റെ ഈ പ്രശ്നം വരുന്നത്. സിജു ഇങ്ങനെ സംസാരിക്കില്ല എന്നുള്ള ലെവലിൽ വരുന്നത്. പിന്നെ ഇവർക്ക് കുട്ടിനെ മൂടി വയ്ക്കലും പുറത്തു പോകാൻ മാനക്കെടും പല പ്രശ്നങ്ങളും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആകുമ്പോൾ ഞാൻ ആത്മഹത്യ എന്നുള്ള ലെവലിലേക്ക് വരയ്ക്കുള്ള രീതിയൊക്കെ ഇതാകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ അങ്ങനെയും ചിന്തിക്കണ്ട, ഞാൻ മരിക്കുന്നവരെ ഞാനുണ്ടാവും, നീ ധൈര്യത്തിലിരിക്കുക പറഞ്ഞ് അങ്ങനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഇരിക്കച്ചാൽ ഇവൻ എന്തെങ്കിലുമൊക്കെ സൗണ്ടൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഒരു 4-5 വയസ്സിൽ ഇവനെ ഞാനൊന്ന് പറയാൻ പറ്റുമോ നോക്കട്ടെ. എനിക്ക് കുട്ടികളിൽ നിന്ന് പൊതുവെ ഇഷ്ടമല്ല, കുട്ടികളെ ഞാൻ എടുക്കുക പൊതുവെ ഇഷ്ടമൊന്നുമല്ല. അങ്ങനെയുള്ള കാലത്ത് ഞാനിവനെ സംസാരിക്കുക പറഞ്ഞിട്ട് കോലും കൊണ്ട് അടി തുടങ്ങി. അടിച്ചിട്ട് താ പറ, ഉമ്മ പറ, വാപ്പ പറ എന്നൊക്കെ പറഞ്ഞിട്ട് തല്ലാൻ തുടങ്ങി. ഈ സംസാരിക്കാത്ത എനിക്ക് സംസാരിക്കാൻ കിട്ടുമോ? അങ്ങനെ പിന്നെ ഒന്നും പറയാൻ കിട്ടുന്നില്ല. അങ്ങനെ എനിക്ക് പിന്നെ ഇവനോട് സങ്കടം തോന്നി. പിന്നെ നിറയെ വാങ്ങിക്കൊടുക്കലായി. പിന്നെ അങ്ങനെ ഇവനെ സ്നേഹിക്കലായി. അങ്ങനെ ഇവനോട് എനിക്ക് ഇഷ്ടമായാലും ഇവർ വേറെ ഞാൻ പറയാം, ഞാൻ എരുമേര് തന്നെ ഇരിക്കുന്നത്. പിന്നെ വലുതായി 10-12 വയസ്സായപ്പോൾ പല്ലുവേന ഗില്ലുവേന ഇതൊക്കെ വന്നവൻ എനിക്ക് പറയാനറിയില്ല, അതെന്താണെന്ന് അറിയില്ല. ഇവൻ വാശി ദേഷ്യം കാണിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഞാൻ ഇവൻ്റെ കൂടെ സപ്പോർട്ടിന് വേണ്ടി അങ്ങനെ ഇവൻ്റെ കൂടെ ആയി. പിന്നെ ഊഞ്ഞാല് ആട്ടണ. ശരി, സിജുന് ഒറ്റയ്ക്ക് പോയി ആടിക്കൂടെ, എല്ലാം അറിയുമല്ലോ. സിജു പാട്ട് പാടണണ്ട, ഊഞ്ഞാലാടിയ പാട്ട് പാടണം. പാട്ട് പാട്. അവൻ ചെറുപ്പം മുതൽ മാമയായിട്ട് ഭയങ്കര കൂട്ടാണ്. ഞാൻ കഴിഞ്ഞ പിന്നെ മാമ പറഞ്ഞതാണ് അവന് അനുസരിക്കുക. ഞാൻ പഠിപ്പിച്ചു കൊടുത്താലേ അവൻ പഠിക്കുള്ളൂ, പറയുള്ളൂ. പിന്നെ മാമ ഇതിന് കൂടെ നിൽക്കാൻ തുടങ്ങി. അവൻ്റെ ചെറുപ്പം മുതൽ പഠിപ്പിക്കാനായിട്ട് കുറച്ച് നേരം നിൽക്കാൻ തുടങ്ങി. പിന്നെ അവൻ മാമ പറയുന്ന എന്തോ അവനും അനുസരിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെയാണ് ഈ കുക്കിംഗ് ചെയ്യണതിൽ ഞാൻ വീഡിയോ എടുക്കും, മാമ അവനെ ചെയ്യിപ്പിക്കും. ഇതേപോലെ എല്ലാ കാര്യത്തിലും മാമ എനിക്ക് ഹെൽപ്പാണ്. ഇപ്പോൾ രാത്രി അവൻ മുന്നൊന്നും ഉറങ്ങുകയില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കും ഉറക്കമില്ലാതെ ഭയങ്കര ശരീരമൊക്കെ ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. ഒക്കെ കൃഷി തോട്ടത്തേക്ക് പോകുമ്പോൾ
അവിടെ കൊണ്ടുപോയി അവിടുത്തെ പണികളിലും ഇവനെ ചെയ്യാനായിട്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കും. അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് ഈ തോട്ടത്തിലെ പണികളൊന്നും എനിക്ക് കൂടെ നിൽക്കാൻ പറ്റില്ല. അതൊരു മാമ നിൽക്കുന്ന കാരണമാണ് അവനിക്ക് ഇത്ര ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മാറ്റം. ചില സമയത്ത് ഞാൻ പുറത്ത് കൊണ്ടുപോയി എനിക്ക് ഒറ്റയ്ക്ക് പേടിയാണ്, ഞാൻ വരില്ല, എനിക്ക് അവൻ വാശി കാണിച്ച എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് പേടിക്കുമ്പോൾ ഞാനുണ്ട് എന്തിനും കൂടെ, നീ വാ, അവൻ വാശി പിടിച്ചോട്ടെ, കരഞ്ഞോട്ടെ, ജനങ്ങൾ കാണുമ്പോട്ട് നീ മാനക്കെടാൻ പാടില്ല, എന്തിനും ഞാനുണ്ട്, പിന്നെ എന്തിനാ പറഞ്ഞാൽ എന്നെയും കൂടി കുറച്ച് ധൈര്യം തന്ന് കൊണ്ടുപോകും. ഇപ്പോൾ അവന് പുറത്ത് കൊണ്ടുപോയാലും അങ്ങനെ വാശി പിടിക്കുക അങ്ങനെ ഒന്നും ചെയ്യണില്ല. മുന്നേക്ക് വാശിയൊക്കെ പിടിക്കുകയായിരുന്നു, ഒന്നിനും വെയിറ്റ് ചെയ്യില്ല, അതുപോലെ ഹോട്ടലിൽ പോയാലും ഒന്നും വെയിറ്റ് ചെയ്യില്ല. ഇപ്പോൾ എല്ലാത്തിനും അവൻ സഹകരിക്കുന്നുണ്ട്. ഇതിനെല്ലാം കാരണം ശിരിക്കുട്ടൻ്റെ മാമ തന്നെയാണ് എന്നെ ഈ ലെവലിലേക്ക് അവനെ എത്തിച്ചു കൊണ്ടുവന്നതും ഇപ്പോൾ അവനെ എല്ലാവരും അറിയാൻ തുടങ്ങി. കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഒന്നും അറിയില്ല, ഒന്നും മുറിക്കാനും അറിയില്ല, ഇളക്കാനും അറിയില്ല, ഇതിൽ പിടിക്കാൻ അറിയില്ല, ചൂട് എങ്ങനെയാണെന്ന് അറിയില്ല, ഇതൊന്നും അറിയില്ല. നിരന്തരമായ പരിശ്രമം കൊണ്ടാണ് അവൻ ഈ നിലയ്ക്ക് എത്തിയിരിക്കുന്നത്. ഇനി ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്. ഇപ്പോൾ മുളക് പറഞ്ഞ മുളക് എടുത്തിടാനും, അരി പറഞ്ഞ അരി എടുത്തിടാനും, ഉള്ളി പറഞ്ഞ ഉള്ളി എടുത്തിടാനും അതിനുള്ള തിരിച്ചറിവുകളൊക്കെ നിരന്തരമായ പരിശ്രമം കൊണ്ടാണ് അവൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇത്തരം കുട്ടികളെ വെറുതെ വീട്ടിലിരുത്താതെ നിരന്തരമായി നമ്മൾ അവനെ എന്തെങ്കിലും ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം. അവനെ സ്കൂളിൽ തന്നെ പഠിപ്പിച്ചുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇവർക്ക് അത്ര വലിയ വ്യത്യാസങ്ങളൊന്നും കിട്ടില്ല, സ്കൂളിൽ പോകണം. പക്ഷെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ എല്ലാ ജോലിയും അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇപ്പോൾ മിറ്റു പഠിപ്പിക്കുമ്പോൾ നമ്മൾ ചേർക്കണം, പാത്രം കഴുകുമ്പോൾ വിളിക്കണം, ഒരു ബെഡ്ഷീറ്റ് ഇടുമ്പോൾ നമ്മൾ ഒരു തലയ്ക്ക് പിടിക്കുക പറയണം. എന്നമാതിരി നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഇപ്പോൾ ഉള്ളിയാണ് ഇതിലിടണമെങ്കിൽ ഒന്ന് സിജു ഉള്ളി ഒന്ന് ഇട്, ഒന്ന് ഇളക്ക്, ഒന്ന് പാത്രത്തിലൂടെ പിടിക്കുക പറഞ്ഞ് അങ്ങനെ പലതും ചെയ്യിപ്പിക്കുമ്പോൾ ഇവർക്ക് വ്യത്യാസങ്ങളുണ്ടാവും. അത് പറഞ്ഞാൽ നിത്യാഭ്യാസി ആനയെടുക്കും പറഞ്ഞ മാതിരി നിരന്തരമായ പരിശ്രമം കൊണ്ട് വലിയ എന്തായാലും ഒരു മാറ്റം ഉണ്ടാക്കും. അങ്ങനെയാണ് സിജുവിന് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അവൻ്റെ ആഹാരത്തിനോടുള്ള താല്പര്യമാണ് നമ്മളെ ഈ കുക്കിങ്ങിലേക്ക് വരുത്താനും കൂടി ഉണ്ടായ കാരണങ്ങൾ. ആശയവിനിമയം നടത്താൻ കഴിയില്ല. അവനിക്കൊരു വയ്യായി വന്നു, പല്ലുവേദന വന്നു, തലവേദന വന്നു, അല്ലെങ്കിൽ അത് എനിക്ക് ഇന്നതാണെന്ന് പറയാൻ അറിയില്ല. ഇപ്പോൾ അതിനുള്ള ട്രെയിനിങ്ങാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ പിക്ചർ കാർഡ് വെച്ചിട്ടുള്ള ട്രെയിനിങ്ങാണ് കൊടുക്കുന്നത്. പിക്ചറിൽ തല, കണ്ണ്, മൂക്ക്, പല്ലുവേദന, കാലുവേദന അങ്ങനെയുള്ള ചിത്രങ്ങൾ കാണിച്ചിട്ട് അത് കാണിച്ചു കൊടുക്കും. അതേമാതിരി ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകണമെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ ചിത്രം വയ്ക്കും. എന്നിട്ട് ആ ബുക്ക് ഫയലുണ്ട്, സിജുവിനിപ്പോൾ എന്താണ് വേദന എങ്കിൽ ആ വേദന അവൻ കാണിച്ചു തരും. ഇപ്പോൾ പുട്ട് വേണമെങ്കിൽ പുട്ട്, ബിരിയാണി വേണമെങ്കിൽ ബിരിയാണി. അപ്പോൾ ആ ഫോട്ടോത്തിൽ തൊട്ട് കഴിഞ്ഞാൽ അതാണ് അവൻ്റെ ആവശ്യമെന്ന് നമ്മൾ മനസ്സിലാക്കും. വയ്യായും അങ്ങനെ തിരിച്ചറിയുക. പിന്നെ അതോടൊപ്പം നമ്മൾ ആ വിഷയം പറയുകയും ചെയ്യും. പല്ലുവേദനയാണ് അല്ലെങ്കിൽ ആ സൂപ്പർ മാർക്കറ്റിൽ പോകുകയെന്നൊക്കെ പറയുമ്പോൾ അവനെ കൊണ്ട് പറയിപ്പിക്കും. വ്യക്തതയില്ലെങ്കിലും അവരത് സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ചായിട്ട് പറയും. ഗുഡ് ബോയ് ഇങ്ങനെ കാണിച്ചു തരണം. ഗുഡ് ബോയ് പല്ലുവേദന വന്ന ഷിജു ഇങ്ങനെ കാണിച്ചു തരണം. എന്നിട്ട് എന്ത് പറയണം? പറയേ വേദന. ഈ പുറത്തുള്ളവർ കാണും മാനക്കടാണെന്നുള്ള വിചാരത്തിൽ വീട്ടിലൊന്നും ഇരുത്താൻ പറ്റില്ല. നമ്മുടെ കേരളത്തിലെ ആളുകൾ സ്വർഗ്ഗഭൂമിയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇത് സ്വർഗം തന്നെയാണ്. ഇവിടെ പ്രകൃതി മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങളും അങ്ങനെ നല്ല മനുഷ്യന്മാരാണ്, നല്ല മനുഷ്യത്വമുള്ള മനുഷ്യന്മാരാണ്. അങ്ങനെയാണ് കേരളം സ്വർഗമാകുന്നത്. പാവപ്പെട്ടവരിനും ബുദ്ധിമുട്ടുന്നവരിനും ഇതേമാതിരിയുള്ളവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ ധാരാളം ജനങ്ങൾ ഇവിടെയുണ്ട്. ഷിജാസ് ജനിച്ച കാലത്തിൽ ഓട്ടിസം എന്താണെന്ന് ആർക്കും അറിയില്ല, പറയാനും അറിയില്ല. ആ കാലഘട്ടത്തിലാണ് അവൻ ജനിക്കുന്നത്. 2 വയസ്സിൽ തന്നെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഇവൻ 2 വയസ്സിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇവൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ പെങ്ങളുടെ അടുത്തേക്ക് ഞാൻ പോകും, ഷിജാസ് എന്താ അങ്ങനെ അത് ശ്രദ്ധിക്കണം പറയുമ്പോൾ ഇവർ ഒളിച്ചോടും. എന്താ മാമി ഇങ്ങനെ സംസാരിക്കണ പറഞ്ഞിട്ട് അവർക്ക് അന്ന് വിഷമമായിരുന്നു. പക്ഷെ ഞാനത് വളരെയധികം ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ ആഴ്ചയിൽ ഇടയ്ക്കിടയ്ക്ക് പോകുകയാണ്, ഇത് അറിയണം. അങ്ങനെ ഇവർ ഡോക്ടർമാർ, സാധാ ഡോക്ടർമാരത്തൊക്കെ പോയി ചോദിച്ചപ്പോൾ അതൊക്കെ സംസാരിക്കുന്ന പറഞ്ഞത്. ഷിജാസിന് ചെവി കേൾക്കുക എന്നുള്ളതിന് പോലും ഞങ്ങൾക്കറിയില്ല. അവങ്ങനെ മാനത്തിങ്ങനെ നോക്കിയിരിക്കും, അശ്രദ്ധയായിരിക്കും, വിളിച്ചാൽ വിളി കേൾക്കില്ല, ഐ കോണ്ടാക്റ്റ് ഇല്ല. അങ്ങനെ ചെവി കേൾക്കാൻ വേണ്ടി ഞങ്ങൾ കോയമ്പത്തൂർ വിക്രം ഹോസ്പിറ്റലിൽ പോയി ചെവിൻ്റെ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അവർ ചെവിയൊക്കെ ഓക്കെയാണ് പറഞ്ഞു. അങ്ങനെ മാനസിക ഡോക്ടറുടെ അടുത്തേക്ക് അവർ വിട്ടു. ഇവരെന്താ എങ്ങനെ വിടുന്നു ഈ 2 വയസ്സായ കുട്ടീനെ പറഞ്ഞ് ഞങ്ങളാകെ ശരി എന്തായാലും അങ്ങോട്ട് പോയി. അവരാണ് പിന്നെ ഓട്ടിസമാണ് പറയുന്നത്. പിന്നെ ഞങ്ങളങ്ങനെ ബാംഗ്ലൂർ നിമാൻസിയിൽ പോയി. അവിടെ നിന്നാണ് അവർ ഓട്ടിസമാണ് പറഞ്ഞ് സ്ഥിരീകരിക്കലും ഒരു 10-20 ദിവസം അച്ഛനമ്മമാർക്ക് ട്രെയിനിങ് കൊടുത്തു. അവർ എനിക്കാണ് ട്രെയിനിങ് തന്നത്.
ആദ്യം അവനിക്ക് നമ്മളെ ഉമ്മ പറഞ്ഞാൽ അത് പറയാനറിയേ, നമ്മ വിളിച്ചു പറഞ്ഞാൽ അത് നമ്മുടെ മുഖത്തേക്ക് നോക്കി ഒന്നും അറിയില്ല. അവൻ അവൻ്റേതായ ലോകത്താണ്. നമ്മളെന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അവൻ തിരിച്ച് പറയണമല്ലോ. അപ്പോൾ അവനിക്കത് അറിയില്ല, ഇത് തിരിച്ച് പറയാനുള്ളതാണ് പറയണമെന്ന് അവനിക്ക് അറിയണില്ല. അപ്പോൾ ആദ്യം അവനിക്ക് ഈ ചില ലൈറ്റുകൾ ടോയ്സിനോടൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. അപ്പം അവനിക്ക് ഇഷ്ടപ്പെട്ട ടോയ്സ് വാങ്ങിച്ചിട്ട് നിനക്കിത് തരാം ഉമ്മ പറയ് എന്നൊക്കെ പറയുമ്പോൾ അവനിക്ക് ഫസ്റ്റൊന്നും അറിയണ്ടായിരുന്നില്ല. ഞങ്ങൾ എല്ലാ ദിവസവും ഇത് ട്രെയിനിങ് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ അവനിക്ക് പെട്ടെന്ന് അത് അവനിക്ക് മനസ്സിലായി. അപ്പം ക്ലാപ്പ് ചെയ്തിരുന്ന പറഞ്ഞിട്ട് ലൈറ്റ് കത്തുന്ന ടോയ്സ് കൊടുത്തിട്ട് അവന് ഉമ്മ എന്ന് പറഞ്ഞു. അത് ആദ്യമായിട്ട് അവൻ പറയുന്നത്. അത് അവിടുന്ന് പോയത് തന്നെ അവനക്ക് ഉമ്മ എന്ന് പറയാൻ ആ 2 വയസ്സ് ആ ടൈമിൽ തന്നെ അവനിക്കത് പറയാൻ പറ്റി. പിന്നെ അതുപോലെ നമ്മുടെ മുഖത്ത് നോക്കാൻ പറഞ്ഞാൽ മുഖത്ത് നോക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടുന്ന് പഠിച്ചു. അവന് ടാറ്റ പറയുകയെന്ന് പറഞ്ഞാൽ ടാറ്റ പറയുക. പിന്നെ അപ്പോഴേക്കും ആ ടോയ്സിനോട് ഇഷ്ടമില്ലാതായി. പിന്നെ നമ്മൾ അടുത്ത ടോയ്സ് തിരഞ്ഞ് നടക്കുകയാണ്. വെറുതെ ഇരിക്കുമ്പോൾ പുതിയ പുതിയ സ്വഭാവങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തരം സൗണ്ട് ഉണ്ടാക്കുക, എന്തിനും മടി. പിന്നെ അങ്ങനെയാണ് ഇവനിക്ക് ഈ കുക്കിംഗ് ചെയ്യുന്നതിലൊക്കെ വലിയ താല്പര്യമുണ്ട്. ഇവന് ബിരിയാണി വെക്കുന്ന സമയത്തൊക്കെ നമ്മൾ മറന്നുപോയ സാധനങ്ങൾ അവനെ കൊണ്ട് എടുത്തുകൊണ്ട് വരും. മസാലപ്പൊടി, മല്ലിയില, ഇതെന്താണ് മറന്നത് നമ്മൾ അറിഞ്ഞിട്ടേ ഉണ്ടായില്ല. അപ്പോൾ ഇതുകൊണ്ട് എടുത്തുകൊണ്ട് വരും. അപ്പോൾ ഇവനിക്കൊരു ഇഷ്ടമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാനാണ് അവനെ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ശരി ഇത് വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ മാമയാണ് ഇതിന് ശരി ഞാൻ അവനെ ചെയ്യിപ്പിക്കാം, നീ വീഡിയോ എടുക്ക്, നമുക്ക് യൂട്യൂബിലിടാൻ പറഞ്ഞിട്ട് അങ്ങനെ കൂടെ നിൽക്കുന്നത്. ഇത്രയും കാലം വരെ സ്പെഷ്യൽ സ്കൂളിലായിരുന്നു പോയത്. ഇതിൻ്റെ ഇടയിൽ ഗവൺമെൻറ് സ്കൂളിലും 4 വയസ്സ് വരെ പോയിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാധാരണ നോർമൽ സ്കൂളിലെ കുട്ടികളുടെ കൂടെ ഇവർ പഠിക്കുക, സ്പെഷ്യൽ സ്കൂളിൽ വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോകുക, അതാണ് ഏറ്റവും നല്ലത്. എന്താണ് സാധാരണ സ്കൂളിൽ പഠിക്കുമ്പോൾ സാധാരണ സ്കൂളിൽ സാധാരണ കുട്ടികൾ ഇവൻ്റെ എല്ലാ കാലത്തും ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ഒരു വയസ്സായ കാലത്ത് അവർ അന്വേഷിക്കാനെങ്കിലും ഉണ്ടാവും. എൻ്റെ കാലഘട്ടത്തിൽ പഠിച്ച കുട്ടി എന്തിയാണെന്ന് അന്വേഷിക്കാനെങ്കിലും ഉണ്ടാവും. മറ്റത് എല്ലതും ഒരേപോലത്തെ കുട്ടികളായിരിക്കും. അവർ നാളെ അന്വേഷിക്കാനൊന്നും ഉണ്ടായില്ല. പിന്നെ സ്പെഷ്യൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റുകളും കിട്ടില്ല, ഗവൺമെൻറ് അംഗീകാരങ്ങളൊന്നുമില്ല. ഇപ്പം കുറേ ഇത്രയും വർഷം പോയിട്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് തരാൻ കഴിയുന്നില്ല. എന്താ പറഞ്ഞാൽ അവർക്ക് അംഗീകാരമില്ല. ഈ ഇവിടെ പഠിച്ച ഗവൺമെൻറ് പഠിച്ച 4ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് അവനിക്ക് വാല്യൂഡ് ആയിട്ടുള്ളൂ. അപ്പോൾ അംഗീകാരമില്ലാത്ത സ്കൂളുകളൊന്നും പഠിച്ചിട്ടും കാര്യമില്ല. സ്പെഷ്യൽ സ്കൂളിൽ പോയ കുറച്ച് കാര്യങ്ങൾ ചിട്ടകൾ പഠിക്കാൻ പറ്റും. ബാത്റൂമിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ അങ്ങനത്തെ ചിട്ടകളൊക്കെ കിട്ടും. ഗവൺമെൻറ് സ്കൂളിൽ അതൊന്നും കിട്ടില്ല. പക്ഷെ ഗവൺമെൻറ് സ്കൂളിൽ അമ്മമാർക്കൊക്കെ പോയിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരാളിനെ പകരം പോയി നിർത്താൻ പറ്റും. ഈ സംസാരിക്കാണ്ടിരുന്ന കുറേ കാലം നാക്ക് അങ്ങനെ കട്ടിയാവും. ഈ നമ്മുടെ ഇഷ്ടത്തിന് ഡാട്ടാന്നൊന്നും വഴങ്ങി വരില്ല. അപ്പം നമ്മൾ അതിനോട് എക്സസൈസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ രീതിയിൽ വലിച്ചിട്ട് പിടിച്ചിട്ടൊക്കെ എക്സസൈസ്, ഊതിയിട്ടുള്ള എക്സസൈസ്. മുമ്പ് കുക്കറൊക്കെ ഇട്ടാൽ ഇങ്ങനെ ഓടും, സൗണ്ട് എന്ന് കേട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതാകും. എന്നിട്ട് ദേഷ്യം വരും, വലിച്ചെറിയും ഒക്കെ ചെയ്യും. അതേപോലെ ഞാനിവനെയൊക്കെ പടക്കം പൊട്ടിക്കണൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഓടും. പുറത്തൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തവരുണ്ട്. ഭയങ്കര പലതരത്തിലുള്ള രീതിയിലാണ്. പലതരം ആളുകളാണ് ഇതിൽ. സംസാരിക്കാൻ കഴിവുള്ളവരുണ്ട്, കഴിവില്ലാത്തവരുമുണ്ട്. ഇല്ലാത്തവൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ്. ചിക്കൻ കൊണ്ടിട്ടു. അതെ, ശിശുക്കുട്ടി അതിൻ്റെ സമയമായി കൊണ്ടിട്ടു. ഇവൻ്റെ കമൻറ്റിലൊക്കെ ചിലവർ പൊട്ടെന്നൊക്കെ പറയും. ഇതെന്താ ഈ പൊട്ട എങ്ങനെ കാണിക്കുന്നത്? ഇവന്നെ തല്ലിക്കൂടെ, അടിച്ചു നേരായിക്കൂടെ? ഇന്ന് സ്വന്തം ബുദ്ധിയുള്ളവനെയും ബുദ്ധിയില്ലാത്തവനെയും ആരെയും സ്വന്തം മക്കളെ പോലും തല്ലാൻ പറ്റാത്ത നിയമമുള്ള കാലഘട്ടത്തിൽ അവർ തീരെയും തല്ലാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ട് ഒരു ശതമാനം. അത് ഈ അസൂയുള്ളവർ കുറേ ആൾക്കാരുണ്ട്. ഇത് ഒരു വിവരമില്ലാത്ത കുട്ടി ഇത്ര സബ്സ്ക്രൈബർ ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് ചിലർക്ക് സഹിക്കില്ല. അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. അതിന് നമ്മൾ കണക്കായിരിക്കാൻ അവരിനെ പിന്നെ ബാക്കിയുള്ളവരിട്ട് കൊല്ലുകയും ചെയ്യും. സാധാരണ ആളുകളുണ്ടല്ലോ, ഇവർക്ക് ഓട്ടിസമുള്ള കുട്ടികൾ എന്താണെന്ന് അറിയണം. ഇത് എല്ലാ ജനങ്ങളിലും എത്തണം. എന്നാലാണ് ഇവരിനെ അവർ ചേർത്ത് പിടിക്കുകയുള്ളൂ. ഇങ്ങനൊരവസ്ഥയുള്ള സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. പിന്നെ പുതിയ തലമുറകളിൽ ഇവരറിഞ്ഞിരിക്കണം, അങ്ങനെ ഒരു വിഭാഗം ജനങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ചെറുപ്പത്തിൽ മണം നോക്കണം, അവിടെ പോകുക ഒരേ തിരക്കിലാണ് അവനെന്ന്.
ശരിക്കും പറഞ്ഞാൽ ഈ സ്കൂളിൽ ബുക്കുകളിൽ പാഠപദ്ധതിയിൽ ഓട്ടിസം കുട്ടികളുടെ ഒരു സബ്ജക്റ്റ് കൊടുക്കണം ഗവൺമെൻറ്. അങ്ങനെ അവരിൽ മാറ്റം ഉണ്ടാക്കിയെടുക്കണം. പുതിയ തലമുറയിൽ പിന്നെ ചേർത്ത് പിടിക്കണ മാറ്റം ഉണ്ടാക്കിയെടുക്കണം. സിജു ഇളക്ക്, സിജു ഇളക്ക്, ചിക്കൻ ഇളക്ക്, വെന്തോ നോക്ക്, ഇളക്ക്. മണം നോക്കലാണ് അവനിക്കിപ്പോൾ ഇത് കിട്ടണം ഭാഗത്തില്ലാതെ. ഒരു അധ്വാനം ഇല്ലല്ലോ, പുറത്ത് പോക്കും മറ്റു രീതികളൊന്നും ഇല്ലല്ലോ, അങ്ങനെ ഇരിക്കുകയല്ലേ. പിന്നെ ഞാൻ നടക്കാൻ കൊണ്ടുപോകും. അതുകൊണ്ടൊന്നും മതിയായില്ല. പിന്നെ എക്സസൈസും ഇവിടെ ചെയ്യിപ്പിക്കും. ഇവിടെ മുകളിൽ എല്ലാം കുറച്ച് ചെയ്യിപ്പിക്കും. ഈ എക്സസൈസൊക്കെ ചെയ്യിപ്പിക്കുമ്പോഴാണ് അവൻ ഈ കയ്യിൽ കടിക്കുന്നത്. ദേഷ്യം പറ്റും. അവനിക്ക് ഇഷ്ടപ്പെടാത്ത ചെയ്യുമ്പോൾ നമ്മളെ ഉപദ്രവിക്കാൻ പറ്റില്ല എന്ന് കാണുമ്പോൾ നമ്മളെ ഉപദ്രവിക്കണമെന്ന് അവനിക്കില്ല. അപ്പോൾ അവൻ സ്വയം അവനെ പീഡിപ്പിക്കും. വാ വാ വാ, സിജു നല്ല കുട്ടിയാണ്, സിജു നല്ല കുട്ടിയാണ്. നമ്മളെന്താ ഉണ്ടാക്കണത് പറയ്? ചിക്കൻ ബിരിയാണി. സിജു എന്തിനങ്ങനെ കടിക്കുകയൊക്കെ ചെയ്യണത്? നല്ല കുട്ടിയല്ലേ? പറ, അതൊക്കെ എന്തിനെടുക്കണത്? വെന്തിട്ടില്ല. കിടക്കണ അത്രയൊക്കെയാണ്. 2 മണിയാവും, ചിലപ്പോൾ 3 മണിയാവും, ചിലപ്പോൾ 4 മണിയാവും. നമ്മൾ ഉറങ്ങിയില്ല പറഞ്ഞിട്ട് ഇങ്ങനെ. നമുക്ക് അങ്ങനെയാണ്, നമുക്ക് ഓരോ പ്രശ്നങ്ങൾ. പിന്നെ നടക്കാൻ പോകണ ഇവൻ എൻ്റെ തോള് പിടിച്ചിട്ടാണ് എപ്പോഴും നടക്കുക. അത് പറഞ്ഞ് ഇവൻ വിട്ട് കഴിഞ്ഞാൽ വണ്ടിയോ കാറൊക്കെ വന്ന് മുട്ടുകയോ പറഞ്ഞുള്ള രീതിയിൽ നമ്മളെപ്പോഴും ഇങ്ങനെ ചെറുതായിരിക്കുമ്പോൾ പറഞ്ഞാൽ ഒരു 3-4 വയസ്സിരിക്കുമ്പോഴിങ്ങനെ പിടിച്ച് കൊണ്ടുപോയിട്ട് കയ്യിൽ പിടിച്ച് കൊണ്ടുപോയിട്ട് ഇപ്പോഴും അവൻ പുറത്ത് നടക്കണമെങ്കിൽ എൻ്റെ തോളിൽ കൈ വെക്കണം. ഇവിടെ ആൾ ടച്ച് ഉണ്ടായിരിക്കണം. ഇവിടെ നിന്ന് വിട്ട ആൾ മാറിയെന്നാണ്. എന്നെക്കാളും ഭയങ്കര ഇഷ്ടം മാമനാണ്. എൻ്റെ അടുത്ത് അത്ര ഇതില്ല, പക്ഷേ മാമാൻ്റെ അടുത്താണ് എല്ലാ കാര്യങ്ങളും. എല്ലാം മാമയാണ് എനിക്ക് ഇഷ്ടമുള്ളത് മാമിയാണ് എൻ്റെ. ചിക്കൻ തിന്നാ, ചിക്കൻ വറുത്തത് തിന്നാ, തിന്നിട്ട് വരണ അറക്കാണ്. പുറത്തൊക്കെ കൊണ്ടുപോകണമെങ്കിൽ പപ്പാനെ കാറിൽ താക്കോലൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും, നമുക്ക് പുറത്ത് പോകാന്ന്. അവൻ്റെ പപ്പ ഒത്തിരി സംസാരിക്കാൻ ഒത്തിരി ഭയങ്കര മടിയാണ്. പക്ഷെ ആള് പാവമാണ്. നമ്മ എന്തിനു വിളിച്ചാലും സപ്പോർട്ടാണ് നമുക്ക് എല്ലാത്തിനും, എവിടെ പോകാനും. ഇവനിക്ക് വേണ്ടി എന്തിനും റെഡിയാണ്. ഇവൻ ചില സമയത്ത് എന്ത് ദേഷ്യവും വാശിയൊക്കെ കാണിച്ചാലും നല്ലൊരു ക്ഷമ. ഓരോ അങ്ങനത്തെ കുട്ടികൾ ജനിക്കുന്ന അവിടെ ചിലപ്പോൾ സാധാരണ ഒക്കെ അവൻ്റെ കുറ്റം പറയും. അതായത് നിൻ്റെ കാരണമാണ്, നിൻ്റെ വളർത്തു ദോഷമാണ്, അങ്ങനെയൊക്കെ പറയും. എന്നെയൊന്നും അങ്ങനെ ഇവർ പറഞ്ഞിട്ടില്ല. ഓട്ടിസം എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. നമ്മ കാരണം കൊണ്ടല്ല അതൊന്നും വരുന്നത് എന്നുള്ളത് നമ്മളങ്ങനെ കുറ്റപ്പെടുത്തൊന്നുമില്ല. പുറത്ത് കൊണ്ടുപോകാനും എല്ലാത്തിനും അവർ നല്ല സപ്പോർട്ടാണ്. ബിരിയാണിയൊക്കെ വെന്തോട്ടെ സിജു. വളക്ക് സിജു വളക്കുന്ന പിടിച്ചളക്ക്. സിജുവിന് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ബിരിയാണി. സിജു പിടിച്ചോ.